ഓപ്പൺ ചെയ്തിട്ടില്ല. സമയം 5:20 ഉണ്ടാവും വരി നിൽക്കുന്നത്. ഒരു സമയം 8 മണിയായി കഴിയുമ്പോഴത്തേക്കും ഹലോ ഹായ്, എല്ലാവർക്കും വണ്ടർസ്റ്റ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പോകുന്നത് 3 മണിക്ക് ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പുലർച്ചെ 3 മണിക്ക് ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ 5:30ക്കാണ് ബിരിയാണി സെർവ് ചെയ്യുക. അപ്പോൾ നമ്മളോട് കുറച്ച് നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും അതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളോട് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 32 കിലോമീറ്റർ അപ്പുറത്താണ്, ഹോസ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോണത്, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് സുറുമിയുണ്ട്. ലൈഫ്സ് ഓഫ് സുറുമി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓണറെ സുറുമിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് സുറുമിയെ പിക്ക് ചെയ്യാം. ഇപ്പം നല്ല തണുപ്പാട്ടോ ബാംഗ്ലൂർ നല്ല തണുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 14 ഡിഗ്രി തണുപ്പുണ്ട്. അതെ, 14 ഡിഗ്രിയാണ് തണുപ്പുള്ളത്. അല്ലേ, 14 ഡിഗ്രി അപ്പം തണുപ്പ് കറക്റ്റ്. 14-15 ആ ഒരു ഇതിലും മാറുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ്. ആദ്യം പോയിട്ട് നമുക്ക് സുറുമിയെ കൂട്ടാം. ഇപ്പോൾ 3 സമയം. ഇപ്പോൾ വേഗം പോയിട്ട് വേണം ആളെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ പോകണം. അപ്പോൾ നമുക്ക് സുറുമിയുടെ വീട്ടിൽ പോകാം, എന്നിട്ട് സുറുമിയെ പിക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആനന്ദം ബിരിയാണിയുടെ ഷോപ്പിന് മുമ്പിലാണ്. എവിടെയാണ് ഇത് നമ്മളെ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഒരു 30-32 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ, അതായത് സമയം 4:30, ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരിക്കുന്നുണ്ട്. ഇപ്പോൾ എത്രത്തോളം വരി എത്തിയിട്ടുണ്ട്. ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലേഡീസ് ഉണ്ട്, ജെൻസ് ഉണ്ട്. ലേഡീസ് ഉണ്ട്, കൂടുതൽ ലേഡീസ് ഉണ്ട്. അവർ അപ്പുറം ആ ഒരു സൈഡിലാണ് അവർ നിൽക്കുന്നത്. കുറേ ആൾക്കാർ അതേപോലെ വരിയിൽ നിൽക്കാത്ത പുറത്ത്, അതായത് അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. നല്ല തിരക്കായിരിക്കും. എന്തായാലും ഇവിടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സമയം 5:30, 5:45, 6 മണി ആ ടൈമിലാണ് ഇവിടെ ഫുഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സൂപ്പ് ഇത് സൂപ്പാണ്, ചിക്കൻ ഫ്രൈ. ഓക്കെ. ഈ പോകുന്ന ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് സൂപ്പിന് 20 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ സൂപ്പ് വിത്ത് ലെഗ്, അതായത് ആട്ടിൻകാലും കൂടെ ചേരുമ്പോൾ 120 റുപ്പീസ് വരും. അതേപോലെ തന്നെ ഇത് ലെഗാ? ഓക്കെ, സൂപ്പ് ലെഗും 120 ആവും. ഇത് ചിക്കൻ ഐറ്റം? ഓക്കെ. ಇದು ಚಿಕನ್ ಫ್ರೈದಾ? ಓಕೆ. ಇದನ್ನ 100ಆ? ಓಕೆ. ಎಷ್ಟು ಗ್ರಾಮ್ ಇದು? ಗ್ರಾಮ ಅದ? 5-6 പീസ് ആക്ടിവി ഗ്രേവി ആണ്. ഓക്കെ. കുറച്ച് പീസും കുറച്ച് ഗ്രേവിക്കും കൂടിയാണ് അവർ പറയുന്നത്. 100 റുപ്പീസ്. പക്ഷേ ഇവിടെ നല്ല സൂപ്പ് കുറേ ആൾക്കാർ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരത് വാങ്ങി പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് സൂപ്പിനോട് വലിയൊരു താല്പര്യമില്ല, പ്രത്യേകിച്ച് മട്ടൺ സൂപ്പ് ആയതുകൊണ്ടും. ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല. സമയം 5:20 ഉണ്ടാവും വരി നിൽക്കുന്നത്. ഒരു സമയം 8 മണിയായി കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്താവും, ഫുള്ളാവും. ഇവിടെ ഒരു 2-2.5 കിലോമീറ്റർ വരെ വരി നീളുമെന്നാണ് പറഞ്ഞത്. ഒരു 8 മണിയാകുന്ന സമയത്തേക്ക്. കൂട്ടത്തിൽ മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. കുറേ മലയാളീസിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. കണ്ടില്ലേ വരി പോണത്? Sunday only 5:30 open. 5:30 ಇದು ಸರ್ವಿಸ್ ಓಪನ್ ಮಾಡಿದ್ದು. ಓಕೆ. ಅಲ್ಲ, ಬಾಕಿ
Monday and 6:30. 6:30 ಇದು Monday? No, Thursday? 6:30. 6:30 ഇതാ. ഓക്കെ ഓക്കെ. Only weekly 3 days. ഓക്കെ. അതായത് ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഉള്ളൂ ഇവർ ഇത് സർവീസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ സൺഡേ ആവുന്ന സമയത്ത് 5:30 ഇവർ ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങും. ബാക്കി എല്ലാ ദിവസങ്ങളിലും 6:30 ഫുഡ് സർവീസ് ചെയ്യാൻ തുടങ്ങുന്നത്. ബാക്കി കിച്ചണിലെ കാഴ്ചകളൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ദം പൊട്ടിക്കുന്നത് കാഴ്ചയുണ്ട്. നമുക്കതൊന്ന് പോയി ഷൂട്ട് ചെയ്യാം. ഒരു 10 മിനിറ്റ് സമയം പറഞ്ഞിട്ടുണ്ട്. ഒരു 5:10 is open. 5:10 ഇത് ഓപ്പൺ ആയതാ. Maximum 9 o'clock is closed. 9 o'clock ക്ലോസ്ഡാ. ബിരിയാണി എவ்வளோ വർക്ക് ഇരിക്കും അவ்வளோ ಕ್ಲೋಸ್ ಮಾಡು. ಓಕೆ. ಅದೇ ഇവിടെ ഉണ്ടാക്കി ബിരിയാണി എത്ര ഉണ്ടോ? ಡೈಲಿ ಎಷ್ಟು kg ಇದು ರೆಡಿ ಮಾಡಿರೋ? 100 kg ಇದಾ? ನೋ. Friday and Tuesday minimum 500 to 600. 500 to 600 kg ಇದಾ? ಓಕೆ. Sunday 110. 1000 kg. ಓಕೆ. ಇನ್ನು ರೈಸ್ for 100 kg mutton 75 kilo റൈസാ? ഓക്കെ. അതായത് 100 കിലോ മട്ടണിന് 75 കിലോ റൈസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ಇದು ಬಾಕಿ ಡೇಸ್ ಅದಾയത് ಟ್ಯೂಸ್ಡೇ ಫ್ರೈಡೇ? ನೋ, ಫ್ರೈಡೇ ಸಂಡೇ ಅಂಡ್ ಅಲ್ಲ, ಇದು ಎಷ್ಟು ಕೆ ಜಿ ಇದಾ? ಟ್ಯೂಸ್ಡೇ ಆ್ಯಂಡ್ ಫ್ರೈಡೇ ಎಷ್ಟು ಕೆ ಜಿ ರೆಡಿ ಮಾಡಿ? ಮಟನ್ 500 to 600. ಅದು 500 to 600 kg ആണ് ഇവർ ട്യൂസ്ഡേയും ഫ്രൈഡേയും. ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ನೀವು ആനന്ദ് ഫാദറാ? ഓക്കെ. ഇത് ആനന്ദിൻ്റെ അച്ഛനാണ്. ഇവരാണ് ഇവിടുന്ന് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് ഇത് സെർവ് ചെയ്താ? ഇവിടെ സെർവ് ചെയ്ത് ഓക്കെ. ഇവിടുന്നാണ് സെർവ് ചെയ്ത് കൊടുക്കുന്നത്. മാമതാ? ഓക്കെ. അങ്കിൾ. ഓക്കെ. ഇത് ആനന്ദിൻ്റെ അങ്കിളാണ്. എല്ലാ ഫാമിലീസിനാട്ടോ ഇവിടെ ഉള്ള എല്ലാവരും. ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമുക്കിത് ഷൂട്ട് ചെയ്യാം. സ്മെല്ലുണ്ട് കേട്ടോ ഇവിടുന്ന്. നല്ല മട്ടൻ ബിരിയാണിയുടെ സ്മെല്ലാണ്. ಎಲ್ಲ ಸೇರಿ 200 kg ಇದು. ಓಕೆ. ಅದು 200. ಇದು कितना है? वो इतना का 5 है. ओके. इधे बोल बनाता है. हाँ. अब कौन भी नहीं करता. कार्तिक सोमवार को थोड़ा कम. ठीक है. ഇതേപോലത്തെ 5 ചെമ്പുകളാണ് ഇവർ ചെയ്തത്. അപ്പോൾ ടോട്ടൽ 1000 kg ചെയ്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ എല്ലാം ഓപ്പൺ ആയി കഴിഞ്ഞു. ഇവിടെ അവർ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു പ്ലേറ്റ്. ഇതാണ് ഒരു പ്ലേറ്റ് ബിരിയാണി. ഇത്രയുണ്ട്. നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ സമയമില്ല. നമുക്ക് ആദ്യം കൂടെ മൊത്തം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, ഷൂട്ട് ചെയ്യാം. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കത് പറയാം. ഇത് പാർസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പാർസലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർസൽ അവർ പാക്ക് ചെയ്തു.
സ്റ്റിക്കോ അങ്ങനത്തെ ഒന്നുമല്ല. ഇത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന പാള വെച്ചിട്ടാണ് ഇവർ പ്ലേറ്റ്, ഈ പ്ലേറ്റിൻ്റെ അകത്ത് വായല വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഇവർ ഡെയിലി പുതിയത് തന്നെയാണ് വെക്കുന്നത്, അല്ലാതെ റീയൂസ് ചെയ്യുന്ന ഒരു ഇതുമില്ല. അങ്ങനത്തെ ഒരു റീയൂസും കാര്യങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല. ഒക്കെ ഫുൾ ഫ്രഷ് സാധനങ്ങൾ മാത്രമാണ്. നല്ല തിരക്കാട്ടുള്ളത്. അവിടെ പാർസൽ ഏരിയ ആണ്. ഇപ്പോൾ വരി എവിടെ എത്തിയെന്നുള്ളത് എനിക്ക് അറിയില്ല. പുറത്ത് പോയാൽ കാണാൻ ചിലപ്പോൾ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും മിക്കവാറും ഉണ്ടാവുക. കാണുന്ന വരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്താ പറയുക ടോക്കൺ എടുക്കുകയും വേണം, അതേപോലെ തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ട് ഈ കൗണ്ടറിലേക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടേക്ക് അവേ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ വരി നിന്നിട്ട് നമ്മൾ സാധനം മേടിക്കുക. അതല്ല പാർസലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു വരിയുണ്ട്, അവിടെ നിന്നാണ് എടുക്കുക. അതാണ് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ട്, നമ്മളിവിടെ വരിക്ക് നിൽക്കുകയാണ്. ഭയങ്കര വലിയ വരിയായിരുന്നു, പക്ഷേ നമ്മളിവരൊന്ന് ഹെൽപ്പ് ചെയ്തു. ഒരു ടോക്കൺ ഡയറക്റ്റ് തന്നു. പക്ഷേ ഇത് വാങ്ങാനുള്ളത് നമ്മളെന്തായാലും വരിക്ക് നിന്ന് മേടിക്കാൻ വിചാരിച്ചു. അപ്പോൾ വരിയുണ്ട്. നമ്മൾ 2 ബിരിയാണി പാർസൽ മേടിച്ചിട്ട്, പാർസലെല്ലാം ഇവിടുന്ന് കഴിക്കാനുള്ള രീതിയിൽ മേടിച്ച് തരാം. എന്നിട്ട് നമുക്കൊന്ന് ഫുഡ് കഴിച്ചോ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. മട്ടൺ നമ്മളധികം കഴിക്കാറില്ല, കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ടൺ എക്സ്പീരിയൻസും കൂടി കേട്ടോ. ഓക്കെ. നല്ല എരില്ലേ? നല്ല എരിവുണ്ട്. എരിവ് ഉപ്പ് ഇച്ചിരി മുന്നിലാണ്, ഉപ്പ് ഇച്ചിരി ഫ്രണ്ടിലേക്കല്ലേ? അതെ, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. പിന്നെ പൊളി ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ വാഴയിലുള്ള ആ ചൂടും, അതെ, വാഴയിലയുടെ ഒരു ഫ്ലേവർ കയറി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നത് ഇവിടുത്തെ ബാംഗ്ലൂരിലുള്ള ആൾക്കാർ മാത്രമൊന്നുമല്ല, പുറത്ത് ഹൈദരാബാദിൽ നിന്നാണെങ്കിലും അതേപോലെ ഉടുപ്പിയിൽ നിന്നാണെങ്കിലും ഒക്കെ ഇവിടെ ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് പോയ ദിവസങ്ങളുണ്ട്. ഒക്കെ നമുക്ക് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞതാണ്, നമ്മൾ പറയുന്നതല്ല, നമ്മളോട് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞാണ്. അവരിവിടെ വന്ന്, അതായത് ഇവിടെ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളായതുകൊണ്ട് കണ്ടിന്യൂസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം അവരുടെ റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഈ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നല്ലൊരു കാര്യമാണ്, കാരണം അത്രയും ടേസ്റ്റുള്ളൊരു ഫുഡാണ്. അതേപോലെ തന്നെ നമുക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, കാരണം ഇത്രയും മോർണിംഗ് ഇവിടെ വന്ന് നമ്മൾ ക്യൂ നിന്ന് ഇത്രയും എന്താ പറയുക ഒരു ഫുഡ് വാങ്ങി കഴിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ബാംഗ്ലൂരുള്ള ഓരോരുത്തരും എണീക്കാന്ന് പോലും പറയുന്നുണ്ട് രാവിലെ ഒരു 10 മണി അല്ലെങ്കിൽ 8, 9, 10 മണി സൺഡേസിൽ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും എന്തായാലും. പക്ഷേ ഇന്ന് നമ്മൾ രാവിലെ 3 മണി ആ ഒരു സമയത്ത് വെളുപ്പിനെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് എല്ലാവരെയും കണ്ടു. കാരണം നല്ലൊരു വരിയായിരുന്നു, ഇപ്പോഴും വരി അതിലേറെ ഉണ്ട്. അതെ, ഇപ്പോഴും വരിയുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 6:30 ആയിട്ടുണ്ട്. ഇത്രയും നേരം ഇവിടെ വരിക്ക് നിന്ന് കഴിഞ്ഞിട്ട് ഫുഡ് വാങ്ങി കഴിക്കുന്ന അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും നിങ്ങളൊക്കെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ഇതൊരു നല്ലൊരു കാര്യമായിരിക്കും. ബിരിയാണിയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എങ്ങനെ അറിഞ്ഞു ഇവിടെ
അങ്ങനത്തെ സംഭവം യൂട്യൂബാണോ അതോ വേറെ എന്തെങ്കിലും? രാത്രി വരുന്ന യൂട്യൂബ് ഇന്നലെ പെട്ടെന്ന് തീരുമാനം. പെട്ടെന്ന് തീരുമാനം. നാട്ടിലൊക്കെ എവിടെ? ഞാൻ കോഴിക്കോട്. കോഴിക്കോട് ടൗണിൽ തന്നെ മിംസിന്റെ അടുത്തായിട്ട്. ഓക്കെ, ഞാൻ കോഴിക്കോട് തന്നെയാണ്. ഞാൻ കോഴിക്കോട് നരിക്കുനി. ഓക്കെ, ഇവരൊക്കെ? ഇവര് തൃശ്ശൂർ, എറണാകുളം. ഓക്കെ, എറണാകുളത്ത് കൊച്ചി, പെരുമ്പാവൂർ. ഇവരോ? തൃശ്ശൂർ ചാവക്കാടോ? ഓക്കെ അറിയാം. ഓക്കെ, അപ്പം കഴിക്കാൻ നല്ലതാണ്. ശരി. നമ്മൾ വന്നു, ഇവിടുന്ന് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം 7:20 അപ്പോൾ ഇപ്പോഴും നമ്മുടെ വരിയുണ്ട്. ഇപ്പം വരി നല്ല ആൾക്കാരുണ്ട്. 9 മണി വരെയൊക്കെ എന്തായാലും ഉണ്ടാകുന്നതാണ് കേട്ടത്. അപ്പോൾ ഇനി ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.